നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യം, ആയുധമെടുത്ത ഇസ്രായേൽ. ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽ ആക്രമണ സാഹചര്യം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപും അതുപോലെ തന്നെ അയത്തുള്ള അലി ഖമീനിയും തമ്മിലുള്ള, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലും അടി തുടങ്ങിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴിയൊരുക്കി പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിയാണ് ഗാസയിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗാസയിൽ 2 സ്ത്രീകളും 6 കുട്ടികളും ഉൾപ്പെടെ 32 പലസ്തീനുകാർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒക്ടോബർ 10 വെടിനിർത്തൽ നിലവിൽ വന്നത് ശേഷം ഗാസയിലെ ഏറ്റവും അധികം പേർ കൊല്ലപ്പെട്ട ആക്രമണമാണിത്. ഗാസ സിറ്റിയിൽ ഹമാസ് നിയന്ത്രണത്തിലുള്ള ഷെയ്ഖ് റദ്വാൻ പോലീസ് സ്റ്റേഷന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ ഓഫീസർമാർ ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടു. സമീപമുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ബോംബ് വീണ് 3 കുട്ടികളും 2 സ്ത്രീകളും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഗാനിയൂനിസിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന ടെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിലും 7 പേർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ സെയ്ത്തൂൻ പരിസരത്തുള്ള ജനവാസ മേഖലയിലാണ് ഇസ്രായേൽ പ്രധാനമായും ബോംബ് വർഷിച്ചത്. ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവർ അഭയം പ്രാപിച്ച കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 10 പേർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. ഗാനിയൂനിസിലും റാഫയിലും ഉണ്ടായ ഷെല്ലാക്രമണങ്ങളിലും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തങ്ങളുടെ സൈനികർക്ക് നേരെ ഹമാസ് വെടിയുതിർത്തെന്നും ഇതിന് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിശദീകരണം. എന്നാൽ ഹമാസ് ഈ ആരോപണം പൂർണ്ണമായി നിഷേധിച്ചു. റാഫയിൽ ഒരു തുരങ്കത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഹമാസ് പ്രവർത്തകരെ വധിച്ചതായും ഇസ്രായേൽ സേന അറിയിച്ചു. ഒരു ഹമാസ് കമാൻഡർ അറസ്റ്റിലായിട്ടുമുണ്ട്. ഇസ്രായേൽ സൈനികർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും വെടിനിർത്തൽ ലംഘിക്കാൻ ഇസ്രായേൽ മനഃപൂർവ്വം നടത്തുന്ന പ്രകോപനമാണിതെന്നും ഹമാസ് വക്താക്കൾ അറിയിച്ചു. ഒക്ടോബറിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിനെ പുതിയ ആക്രമണങ്ങൾ കനത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനോടകം 100 കണക്കിന് തവണ ഇസ്രായേൽ കരാർ ലംഘിച്ചതായി UN നിരീക്ഷകരും മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗാസയിൽ പട്ടിണിയും പകർച്ചവ്യാധികളും പടരുന്നതിനിടയിലുണ്ടായ ഈ പുതിയ കടന്നാക്രമണം മേഖലയിലെ മാനുഷിക ദുരിതം ഇരട്ടിയാക്കും. മധ്യ ഗാസയിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന്റെ നീക്കം സമാധാന കരാറിനെ അട്ടിമറിക്കാനാണെന്ന് പലസ്തീൻ അതോറിറ്റിയും കുറ്റപ്പെടുത്തി. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ 513 പേർ കൊല്ലപ്പെട്ടതായും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ഇറാന് മേൽ ആക്രമണ ഭീതി ഉരുണ്ടുകൂടിയതോടെ ഇസ്രായേൽ $667 കോടി ആയുധങ്ങൾ നൽകുകയാണ് US. വെള്ളിയാഴ്ചയാണ് US കോൺഗ്രസ് അംഗീകരിച്ച ഇടപാടിൽ സൗദി അറേബ്യയ്ക്ക് $900 കോടി ആയുധങ്ങൾ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 30 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇസ്രായേലിന് നൽകുന്നത്. 730 പാട്രിയറ്റ് മിസൈലുകളും അടക്കമാണ് സൗദിക്ക് നൽകുന്നതെന്നും നാറ്റോയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ പ്രധാന സഖ്യകക്ഷി രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്നതാണ് ഇടപാടെന്നും US വിദേശകാര്യ വകുപ്പ് അറിയിച്ചു. ഇറാനിലെ 2 ഇടങ്ങളിലുണ്ടായ വ്യത്യസ്ത സ്ഫോടനങ്ങളിലും 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ കൂടിയാണ് പുറത്തുവരുന്നത്. അതായത് ഒരേ ദിവസമാണ് ഇപ്പോൾ ഇറാനിലും ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു. ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇറാനിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. തെക്ക് പടിഞ്ഞാറ് നഗരമായ ഹഹോസിൽ റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് 4 പേർ മരിച്ചതെന്ന് അഗ്നിരക്ഷാ സേനയെ ഉദ്ധരിച്ച് ടെഹ്റാൻ ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തു. തെക്കൻ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി വാഹനങ്ങളും കടകളും സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. ബന്ദർ അബ്ബാസിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു 8 നില പാർപ്പിട സമുച്ചയത്തിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. സ്ഫോടനത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ. സംഭവത്തിൽ പങ്കില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി കമാൻഡറെ ലക്ഷ്യം വെച്ചാണ് സ്ഫോടനം നടന്നതെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ വന്നിട്ടില്ല. എന്നാൽ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ
തസ്നീം ഇത്തരം പ്രചാരണങ്ങൾ വ്യാജമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവല്യൂഷണറി ഗാർഡ് നാവിക കമാൻഡറെ ലക്ഷ്യമിട്ടാണ് ആക്രമണം എന്ന വാർത്തകളെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസി തള്ളിക്കളഞ്ഞു. സ്ഫോടനത്തിന് കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണെന്നും ഹോർമോഗൻ പ്രവിശ്യയിലെ ക്രൈസിസ് ഡയറക്ടർ ജനറൽ ഓഫ് ക്രൈസിസ് മാനേജ്മെന്റിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സ്ഫോടനം നടന്ന കെട്ടിടത്തിന്റെ മുൻഭാഗം പൊട്ടിത്തെറിച്ചതായും ഉൾഭാഗങ്ങളിലുള്ള വസ്തുക്കൾ പുറത്തു വന്നതായും സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത ചിത്രങ്ങളിലുണ്ട്. കെട്ടിടഭാഗങ്ങൾ ചിതറിക്കിടക്കുകയാണ്. മറ്റ് ഇറാനിയൻ മാധ്യമങ്ങളും സമാനമായ റിപ്പോർട്ടുകൾ നൽകിയെങ്കിലും സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല. ബന്ദർ അബ്ബാസിലെ മുഅല്ലം ബൊളിവാർഡിലുള്ള 8 നില കെട്ടിടത്തിലാണ് സ്ഫോടനം നടന്നത്. കെട്ടിടത്തിന്റെ 2 നിലകൾ പൂർണ്ണമായി തകരുകയും സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾക്കും കടകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കെട്ടിടത്തിന്റെ മുൻഭാഗം സ്ഫോടനത്തിൽ തകർന്നടിയുകയും അവശിഷ്ടങ്ങൾ പരിസരമാകെ ചിതറിക്കിടക്കുകയുമാണ്. സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ആണവ പരിപാടിയെക്കുറിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഇസ്രായേൽ US മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും മുമ്പ് വന്നിരുന്നു. അതേസമയം മേഖലയിൽ സംഘർഷ സാഹചര്യങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല. ഇറാനിലെ ഭരണകൂടത്തിനെതിരെ ആഴ്ചകൾക്ക് മുമ്പ് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇതിനെ ഭരണകൂടം ക്രൂരമായി അടിച്ചമർത്തിയിരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ ഭരണകൂടം വേട്ടയാടുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നേവി കമാൻഡറെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടന്നതെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വൻ പ്രചാരണമാണ് നടക്കുന്നത്. എന്നാൽ ഈ വാർത്തകളെ ഇറാൻ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു. എങ്കിലും സ്ഫോടനത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമാക്കാൻ അധികൃതർക്ക് കഴിയാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ബന്ദർ അബ്ബാസിലെ മുഅല്ലം ബൊളിവാർഡിലുള്ള 8 നില കെട്ടിടത്തിന്റെ 2 നിലകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ തെരുവിലാകെ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബന്ദർ അബ്ബാസിന് പിന്നാലെ തെക്ക് പടിഞ്ഞാറൻ നഗരമായ അഹ്വാസിനി മരണം പിടികൂടി. റെസിഡൻഷ്യൽ കെട്ടിടത്തിലുണ്ടായ ഗ്യാസ് സ്ഫോടനത്തിലും 4 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 2 നഗരങ്ങളിലുമായി 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അമേരിക്കയുമായി കടുത്ത സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം സ്ഫോടനങ്ങൾ ഇറാൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ലോകത്തിലെ സമുദ്രമാർഗ എണ്ണ വ്യാപാരത്തിന്റെ ഹൃദയമിടിപ്പായ ഹോർമുസ് കടലിടുക്കിലാണ് ബന്ദർ അബ്ബാസ് സ്ഥിതി ചെയ്യുന്നത്. സ്ഫോടനത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈനിക അഭ്യാസത്തിന് ഒരുങ്ങുകയാണ്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ലൈവ് ഫയർ ഡ്രിൽ നടത്തുമെന്നും മേഖലയിലൂടെ പോകുമെന്ന കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്കയുടെ സൈനിക ഭീഷണി നിലനിൽക്കെ ഈ സൈനിക അഭ്യാസം ശക്തി പ്രകടനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ കടുത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടനങ്ങൾ നടക്കുന്നത്. ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്ന ഇറാൻ ഭരണകൂടത്തിനെതിരെ ജനരോഷം പുകയുന്നതിനിടെയുണ്ടായ ഈ സ്ഫോടനങ്ങൾ രാജ്യത്തിനകത്ത് വലിയ അശാന്തിക്ക് കാരണമായിട്ടുണ്ട്. ഇറാനിലേക്ക് ഒരു അർമാഡ നീങ്ങുകയാണെന്ന്, അതായത് കപ്പൽപ്പട നീങ്ങുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വ്യാഴാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഓപ്ഷനുകൾ താൻ പരിഗണിക്കുന്നുണ്ടെന്നാണ് ട്രംപിന്റെ നിലപാട്. ആണവ കരാർ ലംഘിച്ചാൽ കഴിഞ്ഞ വർഷം നടത്തിയതിനേക്കാൾ വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. അമേരിക്കൻ വ്യോമസേനയുടെ F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഡിസംബറിൽ തുടങ്ങിയ ആഭ്യന്തര പ്രക്ഷോഭത്തിൽ ഇതുവരെ 5000 പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം മരണം 20,000 കടന്നേക്കാം.